മച്ചാമരെ നമ്മൾ അതിരപ്പള്ളി പോണ വഴിക്ക് കൗതുക പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇവിടെ കുറേ മരങ്ങളും കാട്ടുമരങ്ങളും കുറേ സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, പിന്നെ കുറേ മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിട്ട് ഒരു ചേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് കാണാൻ നമ്മൾ വന്നേ, കൗതുകം തോന്നി വന്നതിന്. അപ്പം എന്തായാലും നമുക്ക് കാണാം, വാ. ഈ കുടക്കൽ എന്താണെന്ന് മനസ്സിലായ? ഇത് ശവകുടീരാണ്. അപ്പോൾ അതിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരെ പോണത് ഒരു ഗുഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗുഹ ഉണ്ടാക്കി വെച്ചത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ അതിനുള്ളിലൂടെ പോണേ. അപ്പോൾ പോരെ, നമുക്ക് പതുക്കനെ ഇറങ്ങി നടക്കാം. ഇവിടെ നല്ല ശുദ്ധമായ വെള്ളം ട്ടാ. ഒരു പാലുണ്ട്, അടിയിലൊരു കിണർ പോലെ സംഭവം. ഇതില് നല്ല അടിപൊളി മീനുകളുണ്ട്. നോക്കി, ബ്ലാക്ക് വൈറ്റ്. വെൽക്കം ടു പോണ്ടിയ കേവ്. അപ്പൊ നമുക്ക് കേവിൻ്റെ ഉള്ളിൽ കയറി. അതെ, അപ്പൊ നമ്മൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണൊരു നല്ലൊരു ഫീൽ ഉണ്ട് ഇവിടെ. സംഭവം അടിയിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകി പോണ്ട്. വെറൈറ്റി ആയിട്ടാ. എന്തായാലും കൂട്ടുകാരെന്തായാലും ഇങ്ങോട്ട് പോരെ, സംഭവം അടിപൊളി. ഒരു വ്യത്യസ്തമായ സെറ്റപ്പ്. ഇത് നോക്കിയേ, വരുമ്പോൾ ഒരു ചെറിയൊരു കുളം, അതിനകത്ത് കിടക്കണം മീനെ. നോക്കിയേ, എന്താ രസം. അടിപൊളി അല്ലേ സംഭവം, കാണാൻ രസം. ഇതിലേ പോവാണെങ്കിൽ നമുക്ക് ഇതിലേ പോവാം. പക്ഷെ കൂട്ടുകാരപ്പം ഇതിന് നന്നങ്ങാടിട്ടാ സംഭവം. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒട്ടോ എന്നറിയില്ല, ഒട്ടിയ നിലത്തുണ്ടാവും, വെറൈറ്റി ആവും. അയ്യവാ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആടാം നമുക്ക്. അപ്പൊ ഊഞ്ഞാലിൽ ആടാം. ഇതേ എൻ്റെ അഭിപ്രായത്തില് കറങ്ങാൻ വരുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് സ്പോട്ടാട്ടാ. നമ്മുടെ അതിരപ്പള്ളി യാത്രയുടെ വീഡിയോ കുറച്ചധികം ഉണ്ട് കേട്ടോ. കൂട്ടുകാരെ ബോറടിപ്പിക്കാതിരിക്കാൻ 2 മിനിറ്റ് 3 മിനിറ്റ് ആയിട്ട് ചെയ്യുന്നത്. അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ.